ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരു ഈസി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സവാള റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 2 ചെറിയ സവാളയും ഒരു വലിയ സവാള എടുക്കുന്നുണ്ട്. അത് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കറാണ് കേട്ടോ നമുക്ക് ആവശ്യം. കുക്കറിലിട്ടിട്ട് ഈസി ആയിട്ട് തന്നെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മുട്ടക്കറി റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്കിതിൽ തേങ്ങ ആവശ്യമെങ്കിൽ തേങ്ങ ചേർക്കാം, തേങ്ങാപ്പാൽ ചേർക്കാം, അതല്ലാതെയും നമുക്കിത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി ഒരു 3 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടാം കേട്ടോ. എനിക്ക് മുട്ടക്കറിക്ക് ഇഞ്ചി ഇടുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇഞ്ചി ഇടാറില്ല കേട്ടോ. അങ്ങനെ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അര തക്കാളി കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അര തക്കാളി മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ, അധികം ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ചാണ് കേട്ടോ വേവിക്കുന്നത്. കുക്കർ അടച്ചു വെച്ച് ഒരു 2-3 വിസിലടുപ്പിക്കുക. എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാതെ ഒരിക്കലും ഇത് വെക്കരുത്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ഇതാ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യണേ. ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ചപ്പാത്തി പൊടി പൊടിപ്പിച്ചതാണ് കേട്ടോ. ഗോതമ്പ് മേടിച്ച് പൊടിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കണം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്ന ഗോതമ്പ് പൊടിയൊക്കെ നമുക്ക് ഇച്ചിരി സോഫ്റ്റായി കിട്ടാനായിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഒരു നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വാട്ടിയെടുക്കാറ്. അങ്ങനെ ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടിപ്പോകാൻ പാടില്ല കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒട്ടലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടിപ്പോകാത്ത രീതിയിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു 2-3 വിസിലടിച്ച് ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് വഴന്ന് കിട്ടേണ്ട കാര്യമില്ല കേട്ടോ ഈ ഒരു മുട്ടക്കറിക്ക്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഒന്ന് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു പരുവായി കിട്ടിയാൽ മതി. അപ്പം ഞാൻ ഇതിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ലായിരുന്നു, കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എൻ്റെ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഗരം മസാലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു നുള്ളു ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ വെള്ളം ചേർത്താലും മതി കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അല്ലാതെ തന്നെ നമുക്ക് വെറുതെ വെള്ളം ചേർത്താലും നല്ല മുട്ട റോസ്റ്റ് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കൊണ്ടാണ് കേട്ടോ, ഈ ഒരു ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ആയതുകൊണ്ടാണ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ആയിരിക്കുന്നത്, തണുപ്പുള്ളത് കൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. മുട്ട ഇളക്കരുത്, മുട്ട ഡയറക്റ്റ് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ കൊന്നിയൊന്നും ഉടയാത്ത രീതിയിലാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കുക്കറിനെ മൂടി വെച്ച് അടച്ച് ഒരു വിസിലടുപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി കൂടി ചുട്ടെടുക്കാം. അങ്ങനെ ഞാൻ മുട്ടക്കറി ഒന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തി കൂടി ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ചപ്പാത്തി ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. നമുക്ക് പൊടി നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മുട്ടക്കറി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമ്മുടെ മുട്ട പുഴുങ്ങിയതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ, ഇളക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നല്ല മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മുട്ടക്കറിയാണ് ഇത്. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാതെയും ഉണ്ടാക്കാം കേട്ടോ. തേങ്ങാപ്പാൽ സ്കിപ്പ് ചെയ്ത് വെള്ളം ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കരുത് കേട്ടോ, കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും സിമ്പിളായിട്ട് വെറും 5 മിനിറ്റിൽ നമുക്ക് മുട്ടക്കറി റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.